നമ്മൾ ഡൽഹി എയർപോർട്ടിൽ വന്ന് ഞാൻ ആദ്യം തന്നെ ഈ എയർപോർട്ട് ഭയങ്കരമായിട്ട് മടുത്തതാണ്. കാരണം ഫസ്റ്റ് ടൈം സൗദി ഞാൻ 2019 കണക്ഷൻ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ജിദ്ദ ആയിരുന്നു. അപ്പൊ എനിക്കറിയാം ഏകദേശം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു മണിക്കൂറെങ്കിലും നടക്കാനുണ്ടായിരിക്കും അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്കും വലിയൊരു എയർപോർട്ട് തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ തന്നെയാണ് അറിയത്തില്ല. അന്നും എനിക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടിയതാണ്. ഇന്നും ഇതുപോലെ ഫ്രീ ആയിട്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അറിയത്തില്ല, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടിക്കറ്റ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിലും എന്തിനാണ് ഈ ഡൽഹി വരെ പോയി അടുത്ത ഫ്ലൈറ്റ് കയറുന്നത് എനിക്കറിയാൻ വേണ്ട. ദാനം കിട്ടുന്ന പശുവിന്റെ വായിൽ പല്ലുണ്ടോന്ന് ആരും നോക്കാറില്ലല്ലോ. അങ്ങനെ തന്നെ ഇനിവേ ഞാൻ നടന്ന് മടുത്തു. എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ലഗേജ് ബാഗ്. ഒരു ലഗേജ് ബാഗിനകത്ത് 1 കിലോ കൂടുതലായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന റിസപ്ഷനിസ്റ്റ് എന്നോട് കയ്യിലുള്ള ക്യാരി ബാഗും കൂടി നിങ്ങൾ ലഗേജ് ബാഗിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ തരണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തു, ആ ബാഗ് കൊടുത്തു. എനിക്ക് സങ്കടമായി കേട്ടോ. കാരണം കയ്യിലുള്ള ലാപ്ടോപ്പ് ബാഗിന് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അതും തൂക്കിയായിരുന്നു. ഈ നടന്നിട്ട് മുത് കൊടി. ബാഗും കൂടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ലാപ്ടോപ്പ് ബാഗ് അതിൽ വെച്ച് ഉണ്ടിക്കൊണ്ടുവരായിരുന്നു. അത് മിസ്സായി. നടന്ന് മടുത്തു. എന്റെ ദൈവമേ, അങ്ങനെ നമ്മൾ ഫൈനലി ഞങ്ങൾ ഇതേപോലെ 9:00 ഞാൻ പോകേണ്ടത്. പണ്ടിങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്ന പോലെ ഓരോ ബോൾ നോക്കി എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ റിയലി എൻജോയ് ചെയ്താണ് വന്നത്. കാരണം ഏകദേശം 1 ഇയറായി വെയിറ്റ് ചെയ്തിരുന്ന ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതിന്റെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഫൈനലി 9 എത്തിയേക്കുവാണ് ഗൈസ്. 9 എത്തി. ഇതാണ് 9 ഗേറ്റ് നമ്പർ 9. ഇവിടുന്ന് ലണ്ടൻ ഹീത്രോയിലേക്കാണ് ഫ്ലൈറ്റ്.